അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 4ാമത്തെ പാഠമായ അസ്സകാത്തു വ അൻവാഉഹ എന്നുള്ള പാഠമാണ് ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത്. പദാനുപദം അർത്ഥങ്ങളും അത്യാവശ്യ വിശദീകരണങ്ങളും നൽകിക്കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ക്ലാസ് അവതരിപ്പിക്കുന്നത്. തുടർന്നുള്ള ക്ലാസ്സുകളും ഇതുപോലെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പാഠം പഠിക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ അത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഇസ്ലാമിന്റെ റുക്കനുകളിൽപ്പെട്ട ഒരു റുക്കനാണ് സക്കാത്ത്. ഈ സക്കാത്തിന്റെ ഭാഷാർത്ഥം അതുപോലെ തന്നെ ശർഈയായ അർത്ഥം ഇത് ഏതൊക്കെയാണ് അതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതും നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെ സക്കാത്ത് നിർബന്ധമാകുന്ന വിവിധ ഇനം സമ്പത്തുകളുണ്ട്, സ്വത്തുക്കളുണ്ട്. അത് ഏതൊക്കെയാണ്, അതിന്റെ നിസാബ്, അതിന്റെ പരിധി അത് എത്രയാണ് എന്നൊക്കെ നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ സക്കാത്ത് കൊടുത്തു വീട്ടാൻ സൗകര്യമുണ്ടായിട്ട് സക്കാത്തിന്റെ നിസാബ് എത്തി, കണക്കെത്തി, അത് കൊടുക്കാൻ സൗകര്യമുണ്ടായിട്ട് അത് കൊടുക്കാതെ അത് പിന്തിപ്പിക്കുന്നതിന്റെ, അതിന് കാലതാമസം വരുത്തുന്നതിന്റെ ഗൗരവം അതെന്തൊക്കെയാണ് അതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സമ്പത്ത് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. ചിലരെ ദരിദ്രരും ധനികരുമാക്കുന്നത് അത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമാണ്. ദരിദ്രരെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുന്നത് അത് അവരുടെ ക്ഷമ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ധനികർക്ക് സമ്പത്ത് നൽകുന്നത് അവരെ സ്വതക്ക കൊണ്ടും അതുപോലെ തന്നെ സക്കാത്ത് കൊണ്ടും പരീക്ഷിക്കാൻ വേണ്ടിയുമാണ്. അപ്പൊ നമുക്ക് പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. അദ്ദർസുർ റാബിഉ, 4ാമത്തെ പാഠം. അസ്സകാത്തു വ അൻവാഉഹ, സക്കാത്തും അതിന്റെ ഇനങ്ങളും. അസ്സകാത്തു, സക്കാത്ത് എന്നുള്ളത് റുക്നുൻ, ഒരു റുക്നാകുന്നു. മിൻ അർക്കാനിൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ റുക്നുകളിൽപ്പെട്ട ഒരു റുക്നാകുന്നു. അപ്പൊ സക്കാത്ത് എന്നുള്ളത് ഇസ്ലാമിന്റെ റുക്നുകളിൽപ്പെട്ട ഒരു റുക്നാകുന്നു. റുക്ന് എന്ന് പറഞ്ഞാൽ അനിവാര്യ ഘടകങ്ങൾ. വഹിയ, അത്, അതായത് സക്കാത്ത് ലോകത്തൻ ഭാഷാർത്ഥത്തിൽ അത്ത്വത്ഹീറു, ശുദ്ധിയാക്കലാകുന്നു. വന്നമാഉ, വളർച്ച എന്നുമാകുന്നു. അപ്പോ ഭാഷാർത്ഥത്തിൽ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധിയാക്കൽ, വളർച്ച എന്നൊക്കെയാകുന്നു. വശറഅൻ, ശറഇല്, അതായത് മതപരമായ അർത്ഥത്തിൽ സക്കാത്ത് എന്നാൽ ഇസ്മുൻ, ഒരു പേരാകുന്നു. ലിമാ, ഒന്നിനിക്കുള്ള പേരാകുന്നു. എങ്ങനത്തെ ഒന്നാണ്? യുഖ്റജു, ആ ഒന്നിനെ പുറപ്പെടുവിക്കും. അൻമാലിൻ, മുതലിനെ തൊട്ട്. ഔ ബദനിൻ, അല്ലെങ്കിൽ ശരീരത്തെ തൊട്ട്. എങ്ങനെ? അലാ വജ്ഹിൻ മഖ്സൂസിൻ, പ്രത്യേകമായ രീതിയിൽ. അപ്പൊ എന്തിപ്പോ പറഞ്ഞത്? പ്രത്യേകമായ ഒരു രീതിയിൽ സമ്പത്തിനെ തൊട്ടോ ശരീരത്തിനെ തൊട്ടോ പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ നൽകപ്പെടുന്ന ഒന്നിന്റെ പേരാണ് സക്കാത്ത്. ഇനി അടുത്തത് യജിബു, നിർബന്ധമാകും. അദാഉ സക്കാത്തി, സക്കാത്തിനെ വീട്ടൽ. ഫൗറൻ, വേഗത്തിൽ, അതായത് പെട്ടെന്ന് തന്നെ സക്കാത്തിനെ കൊടുത്തു വീട്ടൽ നിർബന്ധമാകും. എപ്പോ? ഇദാ തമക്കന മിൻഹ, ആ സക്കാത്തിനാൽ സൗകര്യമായാൽ. എന്തുകൊണ്ട്? ബിഹുളൂരിൽ മാലി, സമ്പത്തുണ്ടാകൽ കൊണ്ട്. വമുസ്തഹിഖിഹാ, അതിന്റെ അർഹരായ അവകാശികൾ ഉണ്ടാവുകയും ചെയ്യൽ കൊണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? സമ്പത്തും അതുപോലെ തന്നെ സക്കാത്തിന് അർഹരായ അവകാശികളും ഉണ്ടായിക്കഴിഞ്ഞാൽ സക്കാത്തിനെ വേഗത്തിൽ കൊടുത്തു വീട്ടൽ നിർബന്ധമാണ്. ഇനി അടുത്തത് വയഹ്റുമു, ഹറാമാകും. അത്തഅഖീറു, പിന്തിക്കൽ, അതായത് സക്കാത്തിനെ പിന്തിപ്പിക്കൽ എന്താണ്? ഹറാമാകും. ബിഗൈരി ഉദ്രിൻ, കാരണം കൂടാതെ. അപ്പൊ കാരണം കൂടാതെ സക്കാത്തിനെ പിന്തിപ്പിക്കൽ അത് ഹറാമാകുന്നതാണ്. അടുത്തത് വയളുമനു, ഉത്തരവാദിയാകുന്നതാണ്. ഇദാ തലിഫൽ മാലു, മുതൽ നശിച്ചാൽ. എപ്പോ? ബഅദത്തമക്കുനി, സൗകര്യമായതിന് ശേഷം. അപ്പൊ സക്കാത്ത് നൽകാൻ സാധിച്ചതിന് ശേഷം സക്കാത്തിന്റെ സമ്പത്ത് നശിച്ചു പോയാൽ അവൻ അതിന് ഉത്തരവാദിയാണ്.
അതായത് അവൻ പകരം നൽകാൻ ബാധ്യസ്ഥനാണ്. അടുത്തത് വയക്ഫുറു, കാഫിറാകും, ജാഹിദു വുജൂബിഹാ, അതിന്റെ വുജൂബിനെ നിഷേധിച്ചവൻ, സക്കാത്ത് നിർബന്ധമാണ് എന്നുള്ള കാര്യം നിഷേധിക്കുന്നവൻ അവൻ കാഫിറാകും, അതായത് അവിശ്വാസിയാകും. അപ്പൊ എന്തൊക്കെ ഇപ്പൊ പറഞ്ഞത്? സക്കാത്ത് എന്നുള്ളത് അത് ഇസ്ലാമിന്റെ റുക്കനുകളിൽപ്പെട്ട ഒരു റുക്കനാണ്. അതിന്റെ ഭാഷാർത്ഥം ശുദ്ധിയാക്കൽ, വളർച്ച എന്നൊക്കെയാണ്. അതിന്റെ ശർഈയായ അർത്ഥം, അതായത് മതപരമായ അർത്ഥം പ്രത്യേക രീതിയിൽ സമ്പത്തിൽ നിന്നോ ശരീരത്തിൽ നിന്നോ നൽകപ്പെടുന്നതിന്റെ പേരാണ്. പിന്നെന്താ പറഞ്ഞത്? സമ്പത്തും സക്കാത്തിന് അർഹരായവരും ഉണ്ടാകുകയും കൊടുക്കാൻ സൗകര്യപ്പെടുകയും ചെയ്താൽ ഉടനെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. പിന്നെ പറഞ്ഞത് കാരണങ്ങളില്ലാതെ അത് വൈകിപ്പിക്കൽ ഹറാമാണ്. അതുപോലെ തന്നെ സക്കാത്ത് നൽകാൻ സാധിച്ചതിന് ശേഷം സമ്പത്ത് നശിച്ചു പോയാൽ അവൻ അതിന് ഉത്തരവാദിയാകുന്നതുമാണ്, അതായത് പകരം നൽകാൻ അവൻ ബാധ്യസ്ഥനാണ്. പിന്നെ പറഞ്ഞത് സക്കാത്ത് നിർബന്ധമാണെന്ന കാര്യം നിഷേധിച്ചാൽ അവൻ കാഫിറായി പോകും, അവൻ അവിശ്വാസിയാകും. ഇനി അടുത്തത് സൈഡ് ഹെഡിങ്, അസ്സക്കാത്തു നൗആനി, സക്കാത്ത് രണ്ട് വിധമാകുന്നു. ഏതൊക്കെ രണ്ട് വിധം? ഒന്ന് സക്കാത്തുൽ ബദനി, ശരീരത്തിന്റെ സക്കാത്ത്, വഹിയ, അത് സക്കാത്തുൽ ഫിത്രി, ഫിത്ർ സക്കാത്താണ്. അപ്പോ ശരീരത്തിന്റെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് ഫിത്ർ സക്കാത്താണ്. രണ്ടാമത്തത് സക്കാത്തുൽ മാലി, മുതലിന്റെ സക്കാത്ത്, സമ്പത്തിന്റെ സക്കാത്ത്. തജിബു അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിന്റെ മേലും സക്കാത്ത് നിർബന്ധമാകും. എങ്ങനത്തെ എല്ലാ മുസ്ലിമുമാണ്? ഹുരിൻ, സ്വതന്ത്രനായ, കഴിഞ്ഞില്ല, മലക്ക നിസ്വാബൻ, നിസ്വാബ് സ്വന്തമായുള്ള, അപ്പൊ നിസാബ് സ്വന്തമായുള്ള, നിസാബ് എത്തിച്ചിട്ടുള്ള സ്വതന്ത്രനായ ഓരോ മുസ്ലിമിനും സക്കാത്ത് നിർബന്ധമാണ്. ഫീ സമാനിയത്തി അൻവാഇം മിനൽ മാലി, 8 ഇനം സമ്പത്തുകളിൽ. അപ്പൊ 8 തരം സമ്പത്തുകളിൽ നിസാബ് സ്വന്തമായിട്ടുള്ള സ്വതന്ത്രനായ ഓരോ മുസ്ലിമിനും സക്കാത്ത് നിർബന്ധമാണ്. അടുത്തത് അൽ അംവാലുല്ലത്തി തജിബു ഫീഹ സക്കാത്തു, സക്കാത്ത് നിർബന്ധമാകുന്ന സമ്പത്തുകൾ. ഏതൊക്കെ സമ്പത്തിലാണ് സക്കാത്ത് നിർബന്ധമാകുക? അതൊരു പട്ടികയായിട്ട് കൊടുത്തിട്ടുണ്ട്. അൽ മാലു അൻ നിസാബു ഖദറു സക്കാത്തി, മാല് എന്ന് പറഞ്ഞ സമ്പത്ത്, നിസാബ് എന്ന് പറഞ്ഞാൽ നിർബന്ധമാകാനുള്ള ഏറ്റവും ചുരുങ്ങിയ കണക്ക്, അതായത് സക്കാത്ത് നിർബന്ധമാകുന്ന ചുരുങ്ങിയ അളവ്, കണക്ക് എന്നൊക്കെ പറയാം. അടുത്ത് ഖദറു സക്കാത്തി, സക്കാത്തിന്റെ അളവ്, അതായത് എത്രയാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തെ സമ്പത്ത് ഏതാ? അദ്ദഹബു മാ യഖൂമു മഖാമഹു, സ്വർണവും അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നും. അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കറൻസിയാണ്. അപ്പൊ സ്വർണമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കറൻസി ആണെങ്കിൽ അത് എത്രയാണ്? അതിന്റെ നിസാബ് എത്രയാണ്? 20 മിസ്കാലൻ, 20 മിസ്കാല്. അതൊരു അറബി കണക്കാണ്. 20 മിസ്കാൽ എന്ന് പറഞ്ഞാൽ 85 ഗ്രാമൻ, 85 ഗ്രാമാണ്. ഇനി അതിന്റെ ഖദറു സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കേണ്ട കണക്ക് എത്രയാണ്? റുബുൽ ഉശ്രി, റുബുൽ ഉശ്രി എന്ന് പറഞ്ഞാൽ 1/10, 4/1, അതായത് 2.5%. അപ്പോ മൊത്തം മുതലിന് എന്താക്കുക? 40 ഭാഗമാക്കിയിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന 1, അതായിരിക്കും 2.5%. ഇനി രണ്ടാമത്തെ സമ്പത്ത് അൽ ഫില്ലത്തു മാ യഖൂമു മഖാമഹാ, വെള്ളിയും അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നും. അപ്പൊ വെള്ളിക്ക് എത്രയാണ്? അതിന്റെ നിസാബ് എത്രയാണ്? 100 ദിർഹമിൻ, 200 ദിർഹമാകുന്നു. അത് അറബി കണക്കാണ്. അതായത് 595 ഗ്രാമൻ, 595 ഗ്രാമാണ്. അപ്പൊ വെള്ളിക്ക് സക്കാത്ത് കൊടുക്കണമെങ്കിൽ 200 ദിർഹം ഉണ്ടായിരിക്കണം, അതായത് 595 ഗ്രാം ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര കൊടുക്കേണ്ടത്? റുബുൽ ഉശ്രി, അവിടെ അങ്ങനെ തന്നെ 1/10, 4/1, അതായത് 2.5%. അപ്പോ എത്രയാണെങ്കിൽ 595 ചുരുങ്ങിയത് ഉണ്ടാകണം. അവിടുന്ന് അങ്ങോട്ട് അതിന്റെ മുകളിൽ എത്ര ഉണ്ടെങ്കിലും ഉള്ളതിന് എന്താക്കുക? 40 ഭാഗം വെച്ച് അതിൽ നിന്ന് ഒരു ഭാഗം കണ്ടാൽ അതായിരിക്കും 2.5%. അടുത്തത് മൂന്നാമത്തത് മാലു തിജാറത്തി, കച്ചവടച്ചരക്ക്. കച്ചവടച്ചരക്കിന്റെ നിസാബ് അതെങ്ങനെ? സമനു നിസാബി ദഹബി അവിൽ ഫില്ലത്തി, സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ നിസാബിന്റെ വില.
അതായത് സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ സ്വർണത്തിന് മാർക്കറ്റിൽ എന്താണ് വില എന്ന് അന്വേഷിച്ചിട്ട് അത് കണ്ടെത്തിയിട്ട് 85 ഗ്രാം സ്വർണത്തിന്റെ വില, ആ വിലക്കുള്ള കച്ചവട ചരക്ക് കടയിലുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. എത്രയാണ് കൊടുക്കേണ്ടത്? അതും മേൽ പറഞ്ഞ പോലെ റുബുഉൽ ഉശ്രി, 1/4, മേൽ പറഞ്ഞ പോലെ 2.5%. ഇനി അടുത്ത സക്കാത്ത് നിർബന്ധമാകുന്ന സമ്പത്ത് എന്ന് പറയുന്നത് അൽ ഗനമു, ആടാണ്. ആടിന്റെ നിസാബ് എത്ര? അതായത് ചുരുങ്ങിയത് എത്ര ആടുണ്ടാകണം? 40 ശാത്തൻ, 40 ആട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ കൊടുക്കേണ്ടത്? ഷാത്തുൻ വാഹിദത്തുൻ, ഒരാടാണ് കൊടുക്കേണ്ടത്. അപ്പൊ 40 ആടുണ്ടെങ്കിലാണ് ആടിന് സക്കാത്ത് നിർബന്ധമാകുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാടാണ് കൊടുക്കേണ്ടത്. അടുത്തത് അൽ ബഖറത്തു, പശു. പശുവിന് സക്കാത്ത് നിർബന്ധമാകൽ എത്ര പശു ഉണ്ടാകണം? അതിന്റെ നിസാബ് 30 ബഖറത്തൻ, 30 പശു ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ കൊടുക്കേണ്ടത്? തബീഉൻ, ഒരു തബീ ആണ് കൊടുക്കേണ്ടത്. തബീ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ബഖറത്തുൻ ലഹാ സനത്തുൻ, ബഖറത്തുൻ ഒരു പശു ആകുന്നു. എങ്ങനത്തെ പശുവാണ്? ലഹാ, അതിനിക്കുണ്ട്, സനത്തുൻ 1 വയസ്സുണ്ട്. അപ്പൊ 1 വയസ്സായ പശുക്കുട്ടി എന്നർത്ഥം. അപ്പൊ 30 പശു ഉണ്ടെങ്കിൽ 1 വയസ്സായ പശുക്കുട്ടി. അടുത്തത് അൽ ഇബിലു, ഒട്ടകം. ഒട്ടകത്തിന് ചുരുങ്ങിയത് എത്ര ഒട്ടകം ഉണ്ടാകണം? 5 മിനൽ ഇബിലി, 5 ഒട്ടകം ഉണ്ടായിരിക്കണം. അങ്ങനെ 5 ഒട്ടകം ഉണ്ടെങ്കിൽ എന്താ കൊടുക്കേണ്ടത്? ഷാത്തുൻ വാഹിദത്തുൻ, ഒരാടാകുന്നു. 5 ഒട്ടകം ഉണ്ടെങ്കിൽ ഒരാടാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അടുത്തത് അത്തംബ്രു വൽ ഇനബു. തംബ്ര് എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം, ഇനബ് എന്ന് പറഞ്ഞാൽ മുന്തിരി. അപ്പോ ഈത്തപ്പഴവും മുന്തിരിയും ഇത് ഉദ്ദേശിക്കുന്നത് പഴവർഗ്ഗങ്ങളാണല്ലോ അതൊക്കെ. അപ്പൊ ഇത് എത്രയാണ് ഉണ്ടാകേണ്ടത്? 300 സ്വാഇൻ, 300 സ്വാ ആണ് ഉണ്ടാകേണ്ടത്. അതായത് 300 സ്വാ എന്ന് പറഞ്ഞാല് 960 ലിറ്ററൻ. 300 സ്വാ ഉണ്ടാകണം, അതായത് 960 ലിറ്റർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അടുത്തതും കൂടി പറയാം. അൽ കൂത്തു, കൂത്ത് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ, നമ്മുടെ മുഖ്യ ആഹാരമായി ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ, അതാണ് കൂത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് എത്ര ഉണ്ടാകേണ്ടത്? 960 ലിറ്ററൻ, 960 ലിറ്റർ ഉണ്ടായിരിക്കണം. എന്തിലാണ് ഈ 960 ലിറ്റർ ഉണ്ടായിരിക്കേണ്ടത്? ഫീമാ യുദ്ദഖറു ബിദൂനി ഖിശ്രിൻ, തൊലിയിലല്ലാതെ സൂക്ഷിക്കുന്നതിൽ, അതായത് തൊലി കൂടാതെ, തൊലിയില്ലാതെ സൂക്ഷിച്ചു വെക്കുന്നതിലാണ് എന്ത് വേണ്ടത്? 960 ലിറ്റർ ഉണ്ടായിരിക്കേണ്ടത്. അത് ഏതുപോലെ? കദ്ദുറത്തി, ചോളം പോലെ. അപ്പൊ ചോളം അത് തൊലിയില്ലാതെയാണല്ലോ സൂക്ഷിച്ചു വെക്കല്. അപ്പോ അതിനെന്തുണ്ടായിരിക്കണം? 960 ലിറ്റർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അടുത്തൊരു കണക്കൂടി പറയുന്നുണ്ട്. 1920 എന്നാണ് ഉദ്ദേശിക്കുന്നത്. 1920 ലിറ്ററൻ, 1920 ലിറ്റർ ഉണ്ടായിരിക്കണം. എന്തില്? ഫീമാ യുദ്ദഖറു ബിഖിശ്രിൻ, തൊലിയോടുകൂടെ സൂക്ഷിക്കുന്നതിൽ. അതായത് തൊലിയോടുകൂടെ സൂക്ഷിക്കുന്നതിൽ എന്തുണ്ടായിരിക്കണം? 1920 ലിറ്റർ ഉണ്ടായിരിക്കണം. അത് ഏതുപോലെ? കൽ അറുസി, നെല്ല് പോലെ. നെല്ല് തൊലിയോടുകൂടെയാണല്ലോ സൂക്ഷിച്ചു വെക്കല്. അപ്പൊ അതിലെന്തുണ്ടായിരിക്കണം? 1960 ലിറ്റർ ഉണ്ടെങ്കിലാണ് സക്കാത്ത് നിർബന്ധമാകുക. ഈ പഴവർഗ്ഗങ്ങളിലും അതുപോലെ തന്നെ ധാന്യങ്ങളിലും അതിൽ ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ കണക്ക് പറഞ്ഞു, അളവ് പറഞ്ഞു. ഇനി എത്രയാണ് അതിൽ കൊടുക്കേണ്ടത്? കൊടുക്കുന്നതിലും 2 രൂപമുണ്ട്. ഏതാ? ഒന്ന് അൽ ഉശ്റു, 10%. എന്തിലാണ് 10% കൊടുക്കേണ്ടത്? ഫീമാ സുഖിയ ബിലാ മുഅനത്തിൻ, നനക്കാൻ പ്രത്യേക ചെലവുകളൊന്നും ഇല്ലാത്തവക്ക്. അതായത് ചെലവ് കൂടാതെ നനച്ചുണ്ടാക്കിയതാണെങ്കിൽ, നനക്ക് ചെലവൊന്നുമില്ല, അങ്ങനെയുള്ളതാണെങ്കിൽ 10% കൊടുക്കേണ്ടത്. അതായത് 10 എന്നുദ്ദേശം. ഇനി അടുത്തത് വേറൊരു രൂപം, നിസ്ഫുൽ ഉശ്രി. നിസ്ഫുൽ ഉശ്രി എന്ന് പറഞ്ഞാൽ 5%. അതായത് 5% കൊടുക്കേണ്ടത് എന്തിലാണ് കൊടുക്കേണ്ടത്? ഫീമാ സുഖിയ ബിമുഅനത്തിൻ, ചെലവോടുകൂടെ നനച്ചുണ്ടാക്കിയതിൽ. അപ്പൊ നനച്ചുണ്ടാക്കാൻ എന്തുണ്ട്? നല്ല ചെലവ് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളതില്
10 പകുതിയാണ് കൊടുക്കേണ്ടത്, അതായത് 5%. അല്ലെങ്കിൽ വേറെ രൂപം പറയാം, ചെലവില്ലാതെ നനച്ചുണ്ടാക്കിയതാണെങ്കിൽ അതിലെന്ത് ചെയ്യുക, 20 കൊടുക്കുക. അതുപോലെ ചെലവോടുകൂടി നനച്ചുണ്ടാക്കിയതാണെങ്കിൽ അതിൽ 10 കൊടുക്കുക. അപ്പൊ ചെലവില്ലാതെ നനച്ചുണ്ടാക്കിയതാണെങ്കിൽ 10%, ചെലവോടുകൂടെ നനച്ചുണ്ടാക്കിയതാണെങ്കിൽ 5%. 10%ത്തിന്റെ പകുതി 5%. അടുത്ത തദ്രീബാത്തിൽ ഒന്നാമത്തത് അജിബ് എന്നുള്ളതാണ്, ഉത്തരം നൽകുക. അതിൽ ഒന്നാമത്തത് മാ മഅന സക്കാത്തി ലുഗത്തൻ വ ശറഅൻ, സക്കാത്തിന്റെ ഭാഷാർത്ഥവും ശറഈയായ അർത്ഥവും എന്താണ്? അപ്പൊ ഉത്തരം എഴുതാം, ലുഗത്തൻ അത്ത്വത്ഹീറു വന്നമാഉ, വ ശറഅൻ ഇസ്മുൻ ലിമാ യുഖ്റജു അൻ മാലിൻ ഔ ബദനിൻ അലാ വജ്ഹിൻ മഖ്സൂസിൻ. എന്താ അതിന്റെ അർത്ഥം? ഭാഷാർത്ഥത്തിൽ ശുദ്ധിയാക്കൽ, വളർച്ച എന്നൊക്കെയാണ്. ശറഇൽ പ്രത്യേക രീതിയിൽ സമ്പത്തിനെ തൊട്ടോ ശരീരത്തെ തൊട്ടോ പുറപ്പെടുവിക്കുന്നതിന്റെ പേരാണ്, അല്ലെങ്കിൽ നൽകപ്പെടുന്നതിന്റെ പേരാണ്. രണ്ടാമത്തത് മാ ഹുക്മു തഖീരി ഇഖ്റാജി സക്കാത്തി ബിദൂനി ഉദ്രിൻ, യാതൊരു കാരണവുമില്ലാതെ സക്കാത്ത് നൽകുന്നത്, പിന്തിപ്പിക്കുന്നതിന്റെ വിധി എന്താണ്? അപ്പൊ അതിനെന്താ ഉത്തരം? യഹ്റുമു തഖീറു ബിഗൈരി ഉദ്രിൻ, കാരണമില്ലാതെ വൈകിപ്പിക്കൽ ഹറാമാണ്. ഇനി മൂന്നാമത്തത് അൻവാഉ സക്കാത്തി കം ഹിയ, സക്കാത്തിന്റെ ഇനങ്ങൾ എത്ര? ആൻസർ നൗആനി, 2 ഇനമാണ്. അടുത്തത് ഫീമ യകൂനു മിഖ്ദാറു സക്കാത്തിൽ ഉശ്റ വ മതാ യകൂനു നിസ്ഫുൽ ഉശ്രി, ഏതിലൊന്നാണ് സക്കാത്തിന്റെ അളവ് 10 കൊടുക്കണം എന്ന് പറഞ്ഞത്, അതായത് 10% ആകുന്നത്. അതുപോലെ എപ്പോഴാണ് അത് 10 പകുതിയാകുന്നത്? 10 പകുതി എന്ന് പറഞ്ഞാല് ഒന്നുമില്ലെങ്കിൽ 20 എന്ന് പറയാം, അല്ലെങ്കിൽ 5% എന്ന് പറയാം. അപ്പൊ അതിനുള്ള ഉത്തരം അൽ ഉശ്റു, അതായത് 10% എന്നുള്ളത് ഫീമാ സുഖിയ ബിലാ മുഇനത്തിൻ, അതാണ് അതിന്റെ ഉത്തരം. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ അതില്, അതിന്റെ ഉത്തരം വനിസ്ഫുൽ ഉശ്രി, അതായത് 5% എന്നുള്ളത് ഫീമാ സുഖിയ ബിമുഇനത്തിൻ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? പ്രത്യേക ചെലവുകളോ അധ്വാനമോ ഇല്ലാതെ നനച്ചുണ്ടാക്കുന്നതിന് 10, അതായത് 10%. ചിലവുകളോട് കൂടെയോ അധ്വാനത്തോടു കൂടെയോ നൽകപ്പെടുന്നവക്ക് 10 പകുതി, അതായത് 5%, അല്ലെങ്കിൽ എന്ത് പറയാ, 20 എന്നൊക്കെ പറയാം. അടുത്തത് കമ്മിൽ, പൂരിപ്പിക്കുക. എന്താണ് പൂരിപ്പിക്കാനുള്ളത്? സക്കാത്തുൽ ഫിത്രി തുസമ്മാ സക്കാത്ത ഡാഷ്, അവിടെ നമ്മൾ എന്ത് എഴുതി കൊടുക്കണം? അൽ ബദനി എന്ന് എഴുതി കൊടുക്കണം. അപ്പൊ എന്താകും? ഫിത്ർ സക്കാത്തിനെ ശരീരത്തിന്റെ സക്കാത്ത് എന്ന് പറയുന്നു. ഫിത്ർ സക്കാത്തിനെ ശരീരത്തിന്റെ സക്കാത്ത് എന്ന് പറയുന്നു. അടുത്തത് രണ്ടാമത്തത് അന്നിസ്വാബു ഫിൽ ദഹബി ഹുവ ഡാഷ് ഗിറാമൻ, അവിടെ 85 എന്ന് എഴുതി കൊടുക്കണം. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? സ്വർണത്തിന്റെ നിസ്വാബ് 85 ഗ്രാമാണ്. അടുത്ത മൂന്നാമത്തത് മിഖ്ദാറു സക്കാത്തി ഫിൻ നുഖൂദി ഹുവ ഡാഷ്, അവിടെ എന്ത് എഴുതി കൊടുക്കണം? റുബുൽ ഉശ്രി, എന്നിട്ട് ബ്രാക്കറ്റിൽ 2.5% എന്ന് എഴുതി കൊടുക്കണം. അപ്പൊ എന്താകും അതിന്റെ അർത്ഥം? പണത്തിന്റെ സക്കാത്തിന്റെ അളവ് 10 അതായത് 2.5% കൊടുക്കേണ്ടത്. അപ്പൊ പണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടത് 2.5% എന്നുള്ളതാണ്. അടുത്തത് അന്നശാത്തു തത്ബീഖിയു, പ്രായോഗിക പ്രവർത്തനം. അതില് 1 കൊടുത്തിട്ടുണ്ട്, കമ്മിൽ, കമ്മിലിൽ ജദ്വല, പട്ടിക പൂർത്തിയാക്കുക. എന്താ ഉള്ളത് പട്ടികയിൽ? അർ റഖമു എന്നുണ്ട്, അൽ ഖലായ എന്നുണ്ട്, ഖദറു സക്കാത്തി എന്നുണ്ട്. നമ്പർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഓരോ വിഷയങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇത്ര ഉണ്ടെങ്കിൽ ഒരു കണക്ക് പറയണം, ഓരോ കണക്ക് പറയും, അതിനനുസരിച്ചിട്ട് എത്രയാണ് കൊടുക്കേണ്ടത് എന്നാണ് അടുത്ത കള്ളിയിലുള്ളത്. അപ്പോ അർ റഖമു എന്താ? ഒന്നാമത്തത് മൈ യംലികു മിഅത ഗ്രാമിൻ മിനദ് ദഹബി, ഒരാളുടെ അടുക്കൽ 100 ഗ്രാം സ്വർണമുണ്ട്. അപ്പൊ അതിന് എത്ര കൊടുക്കേണ്ടത്? 2.5% കൊടുക്കേണ്ടത്. അപ്പൊ 2.5 ഗ്രാം കൊടുക്കണം. അപ്പൊ എത്രയാണ് കൊടുക്കേണ്ടത്? 2.5 ഗ്രാമാണ് കൊടുക്കേണ്ടത്. അതെങ്ങനെ കാണുക? 100 ×
2.5/100 സമം 2.5 എന്ന് കിട്ടും. ഇനി അടുത്തത്, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ 100നെ എന്താക്കുക, 40 ഭാഗം വെച്ച് അതിലൊരു ഭാഗം, അതായിരിക്കും 2.5. ഇനി അടുത്തത്, മൻ സഖാ നഖ്ലഹു ബിമിയാഹിൽ അംത്വാരി ഫഹസല അലാ അൽഫി ലിത്രിൻ മിനത് തംരി. മഴവെള്ളം കൊണ്ട് നനച്ച് ഒരാൾക്ക് എന്ത് ചെയ്തു, 1000 ലിറ്റർ ഈത്തപ്പഴം ലഭിച്ചു. അതാണ് കണക്ക്, 1000 ലിറ്റർ. അപ്പൊ എത്ര കൊടുക്കേണ്ടത്, 100 ലിറ്റർ ആണ് കൊടുക്കേണ്ടത്. അതെങ്ങനെ കിട്ടിയത്, ചെലവില്ലാതെ നനച്ചതിനാൽ 10% സക്കാത്ത് നിർബന്ധമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എത്ര ഉണ്ടാകുക, 100 ലിറ്റർ. അടുത്തത് മൂന്നാമത്തത്, മല്ലദൈഹി ഫില്ലത്തുൻ വസ്നുഹാ 600 ഗ്രാമിൻ. ഒരാളുടെ പക്കൽ എന്തുണ്ട്, 600 ഗ്രാം വെള്ളിയുണ്ട്. അങ്ങനെ വന്നാൽ എത്ര കൊടുക്കേണ്ടത്, 15 ഗ്രാമാണ് കൊടുക്കേണ്ടത്. അതെങ്ങനെ കിട്ടിയത്, 600 ഗ്രാമിന്റെ 2.5% 15 ഗ്രാം വെള്ളി അത് സക്കാത്തായിട്ട് കൊടുക്കണം. എങ്ങനെ കണക്ക് കിട്ടുക, 600 × 2.5/100 സമം 15 എന്ന് കിട്ടും. അടുത്തത് നാലാമത്തെ കണക്ക്, മൻ ഇൻദഹു 10 ബഖറാത്തിൻ. ഒരാളുടെ പക്കൽ എന്തുണ്ട്, 10 പശുക്കളുണ്ട്. അപ്പൊ എത്ര കൊടുക്കേണ്ടത്, അപ്പൊ അതിന് ആൻസർ സക്കാത്ത് ഇല്ല എന്നുള്ളതാണ്. കാരണം സക്കാത്തിന് ഏറ്റവും ചുരുങ്ങിയത് എന്ത് വേണം, 30 പശു ഉണ്ടാകണം. അപ്പോ 10 പശു ഉണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമില്ല, അതിന് സക്കാത്ത് ഇല്ല. അപ്പൊ ഈ പാഠത്തിലൂടെ സക്കാത്തിന്റെ ഭാഷാർത്ഥം, ശർഈയായ അർത്ഥം, അതുപോലെ തന്നെ ആർക്കാണ് സക്കാത്ത് നിർബന്ധമുള്ളത്, സക്കാത്ത് എത്ര വിധമുണ്ട്, സക്കാത്ത് എത്ര ഇനം സമ്പത്തുകളിൽ നിർബന്ധമാണ്, അത് ഏതൊക്കെയാണ്, അതിന്റെ കണക്ക്, അതിന്റെ നിസാബ് നമ്മൾ പഠിച്ചു. ആ കണക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ എത്ര കൊടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ വളരെ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാകാൻ വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ കേൾക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.